1993 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളിൽ 10ാം സ്ഥാനത്തുള്ളത് മോഹൻലാലിനെ നായകനാക്കി സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ഗാന്ധർവമാണ്. 9ാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയെ നായകനാക്കി ജോമോൻ സംവിധാനം ചെയ്ത ജാക്ക്പോട്ടാണ്. 8ാം സ്ഥാനത്തുള്ളത് ജയറാമിനെ സൂപ്പർതാര പദവിയിലേക്ക് ഉയർത്തിയ രാജസേനന്റെ മേലെപ്പറമ്പിൽ അൺവീടാണ്. ജയറാമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു മേലെപ്പറമ്പിൽ അൺവീട്. 7ാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയുടെ ധ്രുവമാണ്. ജോഷി മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ധ്രുവം. 93 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതിൽ 6ാം സ്ഥാനത്തുള്ളത് സിബി മലയിൽ ഡെന്നിസ് ജോസഫ് ടീമിന്റെ ആകാശദൂതാണ്. മുരളി, മാധവി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. കളക്ഷനിൽ 5ാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് കുടുംബചിത്രം വാത്സല്യമാണ്. ലോഹിതദാസിന്റെ രചനയിൽ കൊച്ചിൻ ഹനീഫയായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. 93 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ 4ാം സ്ഥാനത്തുള്ളത് ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ ടീം ഒരുക്കിയ ഏകലവ്യനാണ്. സുരേഷ് ഗോപിയെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തിയ ചിത്രമായിരുന്നു ഏകലവ്യൻ. 93 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ 3ാം സ്ഥാനത്തുള്ളത് രാജീവ് അഞ്ചൽ ഒരുക്കിയ സൂപ്പർ ഹിറ്റ് ചിത്രം ബട്ടർഫ്ലൈസ് ആണ്. മോഹൻലാൽ, ജഗദീഷ്, ഐശ്വര്യ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 93 ഏറ്റവും കളക്ഷൻ നേടിയ മലയാള സിനിമകളിൽ 2ാം സ്ഥാനത്തുള്ളത് IV ശശി, രഞ്ജിത്ത് ടീമിന്റെ മോഹൻലാൽ ചിത്രം ദേവാസുരമാണ്. 93 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ മോഹൻലാലിന്റെ മണിച്ചിത്രത്താഴ്. ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം അതുവരെയുള്ള സകല കളക്ഷൻ റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച ചിത്രമാണ്. മോഹൻലാലിനൊപ്പം സുരേഷ് ഗോപിയും ശോഭനയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന സിനിമയാണ് മണിച്ചിത്രത്താഴ്.